ഹലോ എവരി വൺ, വെൽക്കം ടു ഫ്രീ പീരിയഡ്. ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയിൽ ജേർണലിസം മൈനർ കോഴ്സ് ആയിട്ടുള്ള റേഡിയോ ആൻഡ് ടെലിവിഷൻ എന്ന് പറയുന്ന ഭാഗത്തിലെ മൊഡ്യൂൾ 4 പാർട്ട് 1 ആണ് ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ആദ്യമായിട്ട് നമ്മൾ പഠിക്കാൻ പോകുന്നത് മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്ന ഭാഗമാണ്. മീഡിയ കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ refers to the merging of different forms of media through digital technology. അതായത് വ്യത്യസ്തമായിട്ടുള്ള മീഡിയകൾ, വ്യത്യസ്തമായിട്ടുള്ള രീതികളിലുള്ള മീഡിയകൾ ഡിജിറ്റൽ ടെക്നോളജി വഴി ഒരുമിച്ച് മെർജ് ചെയ്യുന്നതിന് കൂടിച്ചേരുന്നതിനെയാണ് മീഡിയ കൺവേർജൻസ് എന്ന് വിളിക്കുന്നത്. അതായത് മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ നമ്മൾ ഉപയോഗിക്കുന്ന ഒരു കാര്യം നമ്മൾ ഒരൊറ്റ പ്ലാറ്റ്ഫോമിൽ ഉപയോഗപ്പെടുത്തുന്നു എന്നുള്ളതാണ് മീഡിയ കൺവേർജൻസ് എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്. അതായത് ഡിജിറ്റൽ ടെക്നോളജി വന്നു കഴിഞ്ഞതിന് ശേഷമാണ് മീഡിയ കൺവേർജൻസ് കൂടുതലായിട്ടും വരുന്നത്. അതായത് കമ്മ്യൂണിക്കേഷൻസ്, ജേർണലിസം, എന്റർടൈൻമെന്റ്, ബിസിനസ്, അതുപോലെ തന്നെ ഇൻഫർമേഷൻസ് മറ്റു ആളുകളുടെ ഇടയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ മീഡിയ കൺവേർജൻസ് പല രീതിയിലും ഉപയോഗപ്പെടുത്താറുണ്ട്. അതായത് ട്രഡീഷണൽ മീഡിയയും ന്യൂ മീഡിയയും ഒരുമിച്ച് വരുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക? മീഡിയ കൺവേർജൻസ് എന്ന് വിളിക്കുക. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യും? ഇൻഫർമേഷൻസ് നമുക്ക് ആക്സസ് ചെയ്യാനും ഷെയർ ചെയ്യാനും അതുപോലെ തന്നെ മൾട്ടിപ്പിൾ പ്ലാറ്റ്ഫോംസിൽ നമുക്കത് ഉപയോഗപ്പെടുത്താനൊക്കെ സാധിക്കും. ഓക്കെ, ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നമുക്കൊരു മൊബൈൽ ഫോൺ എടുക്കാം. മൊബൈൽ ഫോണിൽ നമുക്ക് ഫോൺ വിളിക്കാൻ പറ്റും, ക്യാമറ ഷൂട്ട് ചെയ്യാൻ പറ്റും, വീഡിയോ എടുക്കാം, ഫോട്ടോ എടുക്കാം, അത് ഷെയർ ചെയ്യാം തുടങ്ങിയുള്ള പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും. ഇനി ടൈപ്സ് ഓഫ് മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്ന ഭാഗമാണ് പറയുന്നത്. മീഡിയ കൺവേർജൻസിനെ നമ്മൾ പല രീതികളാക്കിയിട്ട് ഡിവൈഡ് ചെയ്യാറുണ്ട്. അതിൽ ഒന്നാമതാണ് ടെക്നോളജിക്കൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. ടെക്നോളജിക്കൽ കൺവേർജൻസ് എന്ന് പറയുന്നത് ഡിഫറെന്റ് മീഡിയ ടെക്നോളജീസ് ബ്ലെൻഡ് ചെയ്യുന്നു ഒരൊറ്റ സിംഗിൾ ഡിവൈസിലോട്ട് അല്ലെങ്കിൽ സിംഗിൾ പ്ലാറ്റ്ഫോമിലോട്ട് അത് ബ്ലെൻഡ് ചെയ്യുന്നതിനെയാണ് ടെക്നോളജിക്കൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. അതിന് ഉദാഹരണമാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. ടെലിഫോൺ ആയിട്ടും ക്യാമറ ആയിട്ടും മ്യൂസിക് പ്ലെയേഴ്സ് ആയിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റ് ബ്രൗസിങ്ങിന് വേണ്ടിയിട്ട് തുടങ്ങിയുള്ള പല കാര്യങ്ങൾക്ക് വേണ്ടിയിട്ട് എന്ത് ചെയ്യുന്നുണ്ട്? നമുക്ക് സ്മാർട്ട് ഫോൺസുകൾ ഉപയോഗിക്കാം. അതായത് പല കാര്യങ്ങളും ചെയ്യേണ്ട, പല ഡിവൈസുകളും ചെയ്യേണ്ട ഡ്യൂട്ടി ഒരുമിച്ച് ഒറ്റ ഡിവൈസ് കൊണ്ട് നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കുന്നു. അതാണ് എന്തെന്ന് പറയുന്നത്? ടെക്നോളജിക്കൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇപ്പോ നമുക്ക് മറ്റൊരു ഉദാഹരണമായിട്ട് ടെലിവിഷൻ എടുക്കാം. ടെലിവിഷൻ എന്ന് പറയുന്നത് TV നമുക്ക് എന്ത് ചെയ്യുന്നു? ഇപ്പോൾ ഇന്റർനെറ്റ് ബ്രൗസ് ചെയ്യാൻ പറ്റും, സ്ട്രീമിംഗ് സർവീസിന് വേണ്ടി സ്ട്രീമിംഗ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. ഇതാണ് ടെക്നോളജിക്കൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. രണ്ടാമത്തെ എക്കണോമിക് കൺവേർജൻസ് എന്നുള്ളതാണ്. അതായത് നമ്മളുടെ കണ്ടന്റുകൾ അതെന്ത് ചെയ്യുന്നു? അത് മാർക്കറ്റ് ചെയ്യാൻ കഴിയുന്ന അല്ലെങ്കിൽ കൊളാബറേറ്റ് ചെയ്യാൻ കഴിയുന്ന, അതായത് മറ്റുള്ള കമ്പനീസുമായിട്ട് മീഡിയ കമ്പനീസ് എന്ത് ചെയ്യുന്നു? മെർജ് ചെയ്യുന്നു, കൊളാബറേറ്റ് ചെയ്യുന്നു അവരുടെ മാർക്കറ്റുകൾ. അതിനെയാണ് എക്കണോമിക് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് ഡിസ്നി, സോണി, നെറ്റ്ഫ്ലിക്സ് തുടങ്ങിയുള്ള കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത്? എക്കണോമിക് കൺവേർജൻസ് എന്ന് പറയുന്നത്. ഉദാഹരണത്തിന് നമുക്ക് നെറ്റ്ഫ്ലിക്സ് എടുക്കുക, അല്ലെങ്കിൽ ആമസോൺ നമുക്കൊരു എക്സാമ്പിൾ ആക്കി എടുക്കാം. ആമസോണിൽ നമ്മൾ പ്രൈം നമുക്ക് എടുത്തു കഴിഞ്ഞാൽ നമുക്ക് ആമസോൺ ഷോപ്പ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. അതുപോലെ തന്നെ ആമസോൺ പ്രൈം നമുക്ക് സിനിമകൾ മറ്റ് കാണുന്നതിന്, സീരീസ് നമുക്ക് കാണുന്നതിന് വേണ്ടി സഹായിക്കും. ആമസോൺ മ്യൂസിക് നമുക്ക് ലഭ്യമാണ്, ആമസോൺ പോഡ്കാസ്റ്റുകൾ നമുക്ക് ലഭ്യമാണ്. അപ്പൊ വിവിധ തരത്തിലെ എക്കണോമിക്കലായിട്ട് അവരുടെ മാർക്കറ്റുകൾ റീച്ച് ചെയ്യാൻ ഡൈവേഴ്സ്ഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ ആളുകളുടെ ഇടയിലോട്ട് എത്തിക്കുന്നതിന് വേണ്ടി സാധിക്കുന്നു. അതാണ് എക്കണോമിക് കൺവേർജൻസുകൾ എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അടുത്തതായിട്ട് പറയാൻ പോകുന്നത് കൾച്ചറൽ കൺവേർജൻസ് എന്നുള്ളതാണ്. കൾച്ചറൽ കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിഫറെന്റ് കൾച്ചേഴ്സ്, വ്യത്യസ്തമായിട്ടുള്ള കൾച്ചേഴ്സ് ഒക്കെ എന്ത് ചെയ്യുന്നു? മീഡിയാസ് വഴി ബ്ലെൻഡ് ചെയ്യപ്പെടുന്നു. അതാണ് കൾച്ചറൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. അതായത് നമ്മളൊരു ഡിജിറ്റൽ പ്ലാറ്റ്ഫോം, ഫോർ എക്സാമ്പിൾ നമുക്ക് ഒരു ഇൻസ്റ്റാഗ്രാം എന്ന് പറയുന്ന ഡിജിറ്റൽ പ്ലാറ്റ്ഫോം എടുക്കാം. അത് ഗ്ലോബലി ആക്സസിബിൾ ആണ്. അതായത് വ്യത്യസ്ത നാടുകളിൽ നിന്ന് ആളുകൾക്ക് ആക്സസ് ചെയ്യാൻ കഴിയും. ഇപ്പോ കരീബിയനിൽ നിന്നുള്ള ഒരു ട്രൈബൽ വിഭാഗത്തിൽ പെടുന്ന ഒരു കപ്പിൾസ് എല്ലാ സമയത്തും തമിഴ് സോങ്ങും മലയാളം സോങ്ങിനൊക്കെ റീൽസ് ചെയ്യുന്നതായിട്ട് നിങ്ങൾ ചിലപ്പോൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇതാണ് കൾച്ചറൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ കൊറിയൻകാര് അല്ലെങ്കിൽ ചൈനക്കാര് ഇന്ത്യയുടെ മ്യൂസിക്കിന് ഡാൻസ് കളിക്കുന്നു, അല്ലെങ്കിൽ നമ്മൾ അവരുടെ മ്യൂസിക്കിന് എന്ത് ചെയ്യുന്നു? റീൽ ചെയ്യുന്നു. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ K-pop, ബോളിവുഡ് ഫിലിംസ് തുടങ്ങിയ കാര്യങ്ങളിലൂടെ ഒക്കെ എന്ത് ചെയ്യുന്നുണ്ട്? മറ്റു ഭാഷകളിലുള്ള മറ്റു ആളുകളുടെ കൾച്ചേഴ്സ് ഒക്കെ നമുക്ക് അറിയുന്നതിനും അത് മനസ്സിലാക്കുന്നതിനൊക്കെ സാധിക്കുന്നുണ്ട്. ഇതിനെയാണ് കൾച്ചറൽ കൺവേർജൻസ് എന്ന് പറയാം. അടുത്തത് സോഷ്യൽ കൺവേർജൻസ് എന്നുള്ളതാണ്. സോഷ്യൽ കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആളുകളുമായിട്ട് നമുക്ക് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ സാധിക്കുന്നു, ഇൻഫർമേഷൻസ് ഷെയർ ചെയ്യാൻ സാധിക്കുന്നു.
ഇന്ററാക്ട് ചെയ്യാൻ സാധിക്കുന്നു. ഇതിനെയാണ് സോഷ്യൽ കൺവേർജൻസ് എന്ന് വിളിക്കുക. ഈ സോഷ്യൽ നെറ്റ്വർക്കിംഗ് സൈറ്റുകൾ ഉണ്ട്, ലൈക്ക് ഫേസ്ബുക്ക്, ഇൻസ്റ്റഗ്രാം, എക്സ് അഥവാ ട്വിറ്റർ തുടങ്ങിയിട്ടുള്ള ഈ പ്ലാറ്റ്ഫോംസുകളൊക്കെ നമ്മൾ ഡിസ്കഷൻസിന് വേണ്ടിയിട്ട്, മൾട്ടിമീഡിയ കണ്ടന്റുകൾ ഷെയർ ചെയ്യുന്നതിന് വേണ്ടിയിട്ട്, ഗ്ലോബൽ ആയിട്ടുള്ള കോൺവെർസേഷൻസ് നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മളെ സഹായിക്കുന്നുണ്ട്. അതാണ് സോഷ്യൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. ആൻഡ് ഫിഫ്ത്ത് വൺ ആണ് ഗ്ലോബൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. അതായത് മീഡിയ കണ്ടന്റുകൾ, അതായത് ഗ്ലോബൽ കൺവേർജൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വേൾഡ് വൈഡ് ആയിട്ട് മീഡിയ കണ്ടന്റുകൾ ആക്സസ് ചെയ്യാൻ കഴിയുന്നതിനെയാണ് ഗ്ലോബൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. ഇപ്പോൾ ഇന്റർനെറ്റ് വന്നു കഴിഞ്ഞതിന് ശേഷം ജോഗ്രഫിക്കൽ ബാരിയേഴ്സുകളൊക്കെ ഇല്ലാതാക്കി ജനങ്ങൾക്ക് എല്ലാ സ്ഥലങ്ങളിൽ നിന്നും ന്യൂസുകൾ ആക്സസ് ചെയ്യാനുള്ള, എന്റർടൈൻമെന്റ് പർപ്പസുകൾ ആക്സസ് ചെയ്യാനുള്ള, അല്ലെങ്കിൽ എഡ്യൂക്കേഷണൽ ആയിട്ടുള്ള റിസോഴ്സുകൾ ലോകത്തിന്റെ ഏത് ഭാഗങ്ങളിൽ നിന്നും ആർക്കും ആക്സസ് ചെയ്യാനുള്ള ഒരു ഫെസിലിറ്റീസ് എന്ത് ചെയ്യുന്നു, ഇന്റർനെറ്റ് വന്നതോടുകൂടി നമുക്ക് ലഭിക്കുന്നു. ഇതിനെയാണ് ഗ്ലോബൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. അത് നമുക്ക് എക്സാമ്പിൾ ആക്കിയിട്ട് നെറ്റ്ഫ്ലിക്സ്, ആമസോൺ പ്രൈം, സ്പോട്ടിഫൈ തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, എക്സാമ്പിൾസ് ആക്കി എടുക്കാം. ആൻഡ് സിക്സ്ത് വൺ ആണ് പൊളിറ്റിക്കൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. അതായത് ഗവൺമെന്റ്, പൊളിറ്റീഷ്യൻസ് അല്ലെങ്കിൽ പോളിസി മേക്കേഴ്സ് ഇവരൊക്കെ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ ഉപയോഗിക്കുന്നു, പബ്ലിക്കുമായിട്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യുന്നു. ഇതിനെയാണ് പൊളിറ്റിക്കൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. അതായത് മുഖ്യമന്ത്രിക്ക് പറയാനുള്ള ഒരു സ്റ്റേറ്റ്മെന്റ് ഫേസ്ബുക്കിലൂടെ അല്ലെങ്കിൽ ട്വിറ്റർ അഥവാ എക്സിലൂടെ, ഇൻസ്റ്റഗ്രാമിലൂടെ ഒരു പോസ്റ്റ് ആയിട്ട് ഷെയർ ചെയ്യപ്പെടുന്നു. അത് ജനങ്ങൾ അറിയുന്നു, വായിക്കുന്നു, അവരുടെ അഭിപ്രായങ്ങൾ രേഖപ്പെടുത്തുന്നു. ഇത് മുഖ്യമന്ത്രി അല്ലെങ്കിൽ പ്രൈം മിനിസ്റ്റർ ജനങ്ങളോട് ചെയ്യുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ആണ്. ഇതിനെയാണ് പൊളിറ്റിക്കൽ കൺവേർജൻസ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ പൊളിറ്റിക്കൽ ക്യാമ്പയിനുകൾ നടത്തുന്നു, ഡിബേറ്റുകൾ നടത്തുന്നു, പോളിസികൾ എന്ത് ചെയ്യുന്നു, ഡിസ്കസ് ചെയ്യപ്പെടുന്നു തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെയാണ് എന്തെന്ന് പറയുന്നത് പൊളിറ്റിക്കൽ കൺവേർജൻസ്. അതിനെ സഹായിക്കുന്ന പ്ലാറ്റ്ഫോംസ് ട്വിറ്റർ അഥവാ എക്സ്, യൂട്യൂബ്, അതുപോലെ തന്നെ ഫേസ്ബുക്ക് തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ പൊളിറ്റിക്കൽ കൺവേർജൻസിന് എക്സാമ്പിൾസ് ആണ്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒരു മീഡിയ കൺവേർജൻസിന്റെ ടൈപ്പുകൾ എന്ന് പറയുന്നത്. ഒന്നാമത്തെ ടെക്നോളജിക്കൽ കൺവേർജൻസ്, രണ്ടാമത്തെ എക്കണോമിക് കൺവേർജൻസ്, മൂന്നാമത്തെ കൾച്ചറൽ കൺവേർജൻസ്, നാലാമത്തെ സോഷ്യൽ കൺവേർജൻസ്, അഞ്ചാമത്തെ ഗ്ലോബൽ കൺവേർജൻസ് ആൻഡ് സിക്സ് വൺ പൊളിറ്റിക്കൽ കൺവേർജൻസ്. നമ്മൾ ഇനി അടുത്തതായിട്ട് നോക്കാൻ പോകുന്നത് മീഡിയ കൺവേർജൻസിനെ കുറച്ച് എന്തുണ്ട്, അഡ്വാൻറ്റേജസ് ഉണ്ട്, അതെന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്നാമത്തത് നമുക്ക് എല്ലാവർക്കും അറിയുന്ന സിമ്പിൾ പോയിന്റ് ആണ്, ഈസി ആക്സസ് ടു ഇൻഫർമേഷൻ. അതായത് 24/7 നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ന്യൂസുകളായിക്കോട്ടെ, എന്റർടൈൻമെന്റുകളായിക്കോട്ടെ, ഇത് മൾട്ടിപ്പിൾ ഡിജിറ്റൽ പ്ലാറ്റ്ഫോംസ് വഴി നമുക്ക് എന്ത് ചെയ്യാം, ആക്സസ് ചെയ്യാം. ഇൻസ്റ്റാഗ്രാം വഴി റീല് കാണാം, യൂട്യൂബ് വഴി വീഡിയോസ് കാണാം, നമുക്ക് ഏത് സമയം വേണമെന്നുണ്ടെങ്കിലും കാണാം. രണ്ടാമത് എൻഹാൻസ്ഡ് യൂസർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. അതായത് പീപ്പിൾസിന് വീഡിയോസ് വഴി, ബ്ലോഗുകൾ വഴി, സോഷ്യൽ മീഡിയ പോസ്റ്റുകൾ വഴി മറ്റുള്ള ആളുകളോട് ഇന്ററാക്ട് ചെയ്യാനുള്ള എക്സ്പീരിയൻസുകൾ നമുക്ക് ലഭിക്കുന്നു. അതിനെയാണ് എൻഹാൻസ്ഡ് യൂസർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത്. ആൻഡ് തേർഡ് വൺ കോസ്റ്റ് എഫിഷ്യൻസി എന്നുള്ളതാണ്. അതായത് നമുക്കൊരു കണ്ടന്റുകൾ നമുക്ക് തയ്യാറാക്കണം എന്നുണ്ടെങ്കിൽ, ആ കണ്ടന്റുകൾ വിതരണം ചെയ്യണം, മറ്റുള്ള ആളുകളിലേക്ക് എത്തിക്കണം എന്നുണ്ടെങ്കിൽ അതിനുള്ള ചെലവ് എന്ന് പറയുന്നത് വളരെ കുറവാണ്. അതാണ് കോസ്റ്റ് എഫിഷ്യൻസി എന്ന് പറയുന്നത്. നാലാമത്തെ ഗ്രേറ്റർ കണക്ടിവിറ്റി എന്നുള്ളതാണ്. ഗ്ലോബലിലുള്ള, ലോകത്തിലുള്ള ഏത് ആളുകളുമായിട്ടും വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, കണക്ട് ചെയ്യാൻ നമുക്ക് സാധിക്കുന്നു, ബന്ധപ്പെടാൻ നമുക്ക് സാധിക്കുന്നു. അതാണ് ഗ്രേറ്റർ കണക്ടിവിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ അഡ്വാൻറ്റേജസ് എന്ന് പറയുന്നത്. അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് ഇതിന്റെ ചലഞ്ചുകളാണ്. ചലഞ്ച് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒന്നാമതായിട്ട് നമുക്ക് പറയാം മിസ് ഇൻഫർമേഷൻസ് ആൻഡ് ഫേക്ക് ന്യൂസ്. അതായത് നമുക്ക് റാപ്പിഡ് ആയിട്ട് വളരെ പെട്ടെന്ന് തന്നെ അൺവെരിഫൈഡ് ആയിട്ടുള്ള കണ്ടന്റുകൾ സ്പ്രെഡ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതായത് ഒരിക്കലും നമ്മൾ ശരിയാണെന്ന് വിലയിരുത്താത്ത അല്ലെങ്കിൽ തെറ്റായിട്ടുള്ള ഇൻഫർമേഷൻസ് പെട്ടെന്ന് തന്നെ സ്പ്രെഡ് ചെയ്ത് പോകാനുള്ള ചാൻസുകൾ കൂടുതലാണ്. രണ്ടാമത്തെ പ്രൈവസി കൺസേൺസ് ആണ്. അതായത് നമ്മുടെ പേഴ്സണൽ ഡാറ്റാസ് കമ്പനീസോ അല്ലെങ്കിൽ ഹാക്കർമാരോ മേ ബി മിസ്യൂസ് ചെയ്യാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ആൻഡ് തേർഡ് വൺ മീഡിയ മോണോപോളീസ് ആണ്. അതായത് മീഡിയ മോണോപോളീസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോ ഫേസ്ബുക്ക് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ്, അല്ലെങ്കിൽ വാട്സപ്പ് എന്ന് പറയുന്ന ആപ്ലിക്കേഷൻസ്, നമുക്ക് ചാറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ടൊക്കെ നമ്മൾ ഉപയോഗിക്കുന്ന ആപ്ലിക്കേഷനാണ് വാട്സപ്പ് എന്ന് പറയുന്നത്. പക്ഷെ വാട്സപ്പിനെ പോലെയുള്ള മറ്റ് ആപ്ലിക്കേഷൻസും അവൈലബിൾ ആണ്. പക്ഷെ നമ്മൾ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്നത് എന്താണ്, വാട്സപ്പ് ആണ്. അത് വാട്സപ്പ് എന്ന് പറയുന്ന മെറ്റ എന്ന് പറയുന്ന കമ്പനിയുടെ മൊണോപ്പൊളി കുത്തകയാണ്. അപ്പൊ ഏറ്റവും കൂടുതൽ ആളുകൾ ഉപയോഗിക്കുന്ന കമ്പനിക്ക് അവരുടെ ഒരു മൊണോപ്പൊളി എല്ലാ സമയത്തും ഉണ്ടായിരിക്കും. അവർ പറയുന്ന കാര്യങ്ങളൊക്കെ നമ്മൾ ആക്സെപ്റ്റ് ചെയ്യേണ്ടി വരും. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഇതിന്റെ ചലഞ്ചുകൾ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്ന ടോപ്പിക് ഓഡിയോ വിഷ്വൽ കോണ്ടന്റ് ക്രിയേഷൻ യൂസിങ് സ്മാർട്ട് ഫോൺ എന്നുള്ളതാണ്. അതായത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് ഓഡിയോ വിഷ്വൽ കണ്ടന്റുകൾ രൂപീകരിക്കുന്നത് എങ്ങനെയെല്ലാമാണ് എന്നുള്ളതാണ്. അതായത് സ്മാർട്ട് ഫോൺസ് ഇപ്പൊ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള ടെക്നോളജിയും കാര്യങ്ങളൊക്കെ വന്നതോട് കൂടിയിട്ട് സ്മാർട്ട് ഫോൺസ് ഒരു കോണ്ടന്റ് ക്രിയേഷൻസിന്റെ പവർഫുൾ ടൂളായിട്ട് മാറിയിരിക്കുകയാണ്. ഇതിലൂടെ നമുക്ക് റെക്കോർഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. അതുപോലെ തന്നെ ഹൈ ക്വാളിറ്റി ഓഡിയോ വിഷ്വൽ കോണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യാം,
തയ്യാറാക്കാൻ പറ്റും. ഇതിന് നമുക്ക് എന്ത് ആവശ്യമില്ല, എക്സ്പെൻസീവ് ആയിട്ടുള്ള എക്യുപ്മെന്റ്സുകൾ ആവശ്യമില്ല. ഇന്നത്തെ കാലത്ത് വ്ളോഗുകൾ, ഷോർട്ട് ഫിലിംസ്, ട്യൂട്ടോറിയൽസ്, ഈവൻ ലൈവ് ബ്രോഡ്കാസ്റ്റുകൾ വരെ നടത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ സ്മാർട്ട് ഫോൺസുകൾ ഉപയോഗിക്കാറുണ്ട്. അതിൽ എന്തുകൊണ്ടാണ് സ്മാർട്ട് ഫോണിന്റെ കോണ്ടന്റ് ക്രിയേഷൻസ്, എന്തുകൊണ്ടാണ് സ്മാർട്ട് ഫോൺ ഒരു കോണ്ടന്റ് ക്രിയേഷന് വേണ്ടി ഉപയോഗിക്കുന്നത്? അതിൽ ഒന്നാമത്തേതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് അഡ്വാൻറ്റേജസ് ഓഫ് യൂസിങ് എ സ്മാർട്ട് ഫോൺ ഫോർ കോണ്ടന്റ് ക്രിയേഷൻസ്. കോണ്ടന്റുകൾ ക്രിയേഷൻ ചെയ്യുന്ന സമയത്ത് ഒരു സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുമ്പോൾ അതിന്റെ അഡ്വാൻറ്റേജുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഒന്ന്, അഫോർഡബിൾ ആണ്, അതായത് വളരെ റേറ്റ് കുറവാണ്. ക്യാമറാസിനേക്കാളും ഒരു ഓഡിയോ എക്യുപ്മെന്റുകളൊക്കെ മേടിക്കുന്ന സമയത്ത് എക്സ്പെൻസീവ് ആവും, പക്ഷെ ഇതെല്ലാം ഒരു ഫോണിൽ അവൈലബിൾ ആണ്. പോർട്ടബിൾ മീഡിയം ആണ്, കോമ്പാക്റ്റ് ആയിരിക്കും, അതായത് ഈസി ടു ക്യാരി, നമുക്ക് എവിടെ വേണമെന്നുണ്ടെങ്കിൽ ഈസി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാം, കൊണ്ടുപോകാം, നമുക്ക് ഷൂട്ട് ചെയ്യാം. യൂസർ ഫ്രണ്ട്ലി ആണ്, അതായത് ബിഗിനേഴ്സിന് ഉൾപ്പെടെ, അതായത് ആദ്യമായിട്ട് ഉപയോഗിക്കുന്ന ആളുകൾക്ക് ഉൾപ്പെടെ വളരെ ഈസി ആയിട്ട് ഉപയോഗിക്കാൻ കഴിയുന്ന ഒരു മീഡിയമാണ് സ്മാർട്ട് ഫോൺ എന്ന് പറയുന്നത്. മൾട്ടി ഫംഗ്ഷണൽ ആണ് എന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് റെക്കോർഡ് ചെയ്യാം, എഡിറ്റ് ചെയ്യാം, പബ്ലിഷ് ചെയ്യാം. ഇതൊക്കെ നമുക്ക് ഒരു ഡിവൈസിൽ വെച്ചുകൊണ്ട് തന്നെ നമുക്ക് ചെയ്യാൻ കഴിയും. അടുത്ത ഹൈ ക്വാളിറ്റി ഔട്ട്പുട്ട് ആണ്, അതായത് പുതിയ പുതിയ സ്മാർട്ട് ഫോണുകളൊക്കെ 4K റെസൊല്യൂഷനിലുള്ള, അല്ലെങ്കിൽ മാനുവൽ ക്യാമറ സെറ്റിംഗ്സുകളുള്ള, അല്ലെങ്കിൽ അഡ്വാൻസ്ഡ് സ്റ്റെബിലൈസേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ക്യാമറ ഷെയ്ക്കിംഗ് ആണ് എന്നുണ്ടെങ്കിലും വീഡിയോ ഷെയ്ക്ക് ആവാത്ത രീതിയിൽ നമുക്ക് എടുക്കാൻ പറ്റും. അപ്പൊ ഇത്തരത്തിലുള്ള പല ഉപയോഗങ്ങളും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് കോണ്ടന്റ് ക്രിയേഷൻ ചെയ്യുമ്പോൾ നമുക്ക് ലഭിക്കുന്നതാണ്. ഇനി എക്സാമ്പിൾസ് നമുക്ക് വ്ളോഗുകൾ തയ്യാറാക്കാം, യൂട്യൂബിലോട്ട്, ഇൻസ്റ്റാഗ്രാം റീലുകളാക്കിയിട്ട്, ടിക്ടോക്കിലോട്ട് തുടങ്ങിയ കാര്യങ്ങളിലോട്ടൊക്കെ വ്ളോഗുകൾ തയ്യാറാക്കാം. എഡ്യൂക്കേഷണൽ വീഡിയോസ് എടുക്കാം, അതായത് ട്യൂട്ടോറിയൽസ്, ഓൺലൈൻ കോഴ്സുകൾ, എന്തെങ്കിലും എക്സ്പ്ലെയിനർ വീഡിയോസ് തുടങ്ങിയ കാര്യങ്ങൾ, ഷോർട്ട് ഫിലിംസ് തയ്യാറാക്കാം, ലൈവ് സ്ട്രീമിംഗുകൾ നടത്താം. ഇങ്ങനെയുള്ള പല കാര്യങ്ങളും സ്മാർട്ട് ഫോൺ ഉപയോഗിച്ച് കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യാൻ നമുക്ക് സാധിക്കും. ഇനി രണ്ടാമതായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത് എസെൻഷ്യൽ ടൂൾസ് ആൻഡ് ആപ്സ് ഫോർ സ്മാർട്ട് ഫോൺ കോണ്ടന്റ് ക്രിയേഷൻ. അതായത് സ്മാർട്ട് ഫോൺ കൊണ്ട് ഒരു കോണ്ടന്റുകൾ ക്രിയേറ്റ് ചെയ്യുന്ന സമയത്ത് എന്തെല്ലാം പ്രധാനപ്പെട്ട ടൂൾസുകളാണ്, ആപ്പുകളാണ് ഫോണിൽ ഉപയോഗിക്കേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തത് എസെൻഷ്യൽ ആക്സസറീസ് ഫോർ ബെറ്റർ ക്വാളിറ്റി. ഒരു നല്ലൊരു ക്വാളിറ്റിയിൽ നമ്മൾ ഒരു വീഡിയോ എടുക്കണം എന്നുണ്ടെങ്കിൽ എന്തെല്ലാം ആക്സസറീസ് ആണ് നമുക്ക് വേണ്ടത് എന്നുള്ളതാണ്. ഒന്നാമത്തെ ട്രൈപോഡ് ജിംബൽ എന്നുള്ളതാണ്. ട്രൈപോഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ക്യാമറ വയ്ക്കുന്ന സ്റ്റാൻഡ് ആണ്. ജിംബൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ കല്യാണത്തിന് പോകുന്ന സമയത്ത്, വെഡിങ്ങിന് പോകുന്ന സമയത്ത് വീഡിയോ, അതായത് ക്യാമറ പിടിച്ചുകൊണ്ട് ഒരാൾ ക്യാമറമാൻ നടക്കുന്നതായിട്ട് നിങ്ങൾ കാണുന്നുണ്ടായിരിക്കും. അതാണ് ജിംബൽ എന്ന് പറയുന്നത്. വീഡിയോ സ്റ്റേബിൾ ആവുന്നതിന് വേണ്ടിയിട്ട്, ഷെയ്ക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ഇളകുന്ന ഫൂട്ടേജുകൾ ഇല്ലാതാക്കുന്നതിന് വേണ്ടിയിട്ടാണ് ട്രൈപോഡുകളും ജിംബൽസുകളും ഉപയോഗിക്കാറുള്ളത്. രണ്ടാമത്തേത് എക്സ്റ്റേണൽ മൈക്രോഫോൺസ് ആണ്, അതായത് കുറച്ചും കൂടി സൗണ്ട് ക്ലാരിറ്റികൾ ഇംപ്രൂവ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് എക്സ്റ്റേണൽ മൈക്രോഫോൺസുകൾ ഉപയോഗിക്കാം, ലാവ്ലിയർ മൈക്രോഫോൺസുകൾ ഉപയോഗിക്കാം, അല്ലെങ്കിൽ ഷോർട്ട് ഗൺ മൈക്രോഫോൺസുകൾ ഉപയോഗിക്കാം. റിംഗ് ലൈറ്റ് ഓർ LED പാനൽ. റിംഗ് ലൈറ്റ് നിങ്ങൾക്കറിയാം, ഒരു റൗണ്ട് ഷേപ്പിലുള്ള ലൈറ്റ് ആയിരിക്കും റിംഗ് ലൈറ്റ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ LED പാനൽസുകൾ നമുക്ക് ഉപയോഗിക്കാം, കുറച്ചും കൂടി ക്ലിയർ ആയിട്ട് എടുക്കാം. സ്മാർട്ട് ഫോൺ ലെൻസുകൾ, അതായത് ക്യാമറയ്ക്ക് ഉപയോഗിക്കുന്നത് പോലെ തന്നെ വൈഡ് ആംഗിൾ ആയിട്ടുള്ള മാക്രോ ലെൻസുകൾ നമുക്ക് ഫോണുകളിൽ ഉപയോഗിക്കാൻ പറ്റും. അതിലൂടെ നമുക്ക് കുറച്ചും കൂടി ക്വാളിറ്റി ഉള്ള വിഷ്വൽസ് ക്രിയേറ്റ് ചെയ്യാം. പോർട്ടബിൾ പവർ ബാങ്ക്. ഏതെങ്കിലും നിമിഷം നമുക്ക് ചിലപ്പോൾ ഫോണിലെ ചാർജുകൾ കുറവാനുള്ള, അല്ലെങ്കിൽ ചാർജുകൾ കുറയാനുള്ള ചാൻസുകൾ കൂടുതലാണ് എന്നുണ്ടെങ്കിൽ അൺഇൻറ്ററപ്റ്റഡ് ആയിട്ടുള്ള റെക്കോർഡിംഗ് നടത്തുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് പവർ ബാങ്കുകൾ ഉപയോഗിക്കാം. ഇത്രയും കാര്യങ്ങളാണ് എസെൻഷ്യൽ ആയിട്ടുള്ള ആക്സസറീസ് എന്ന് പറയുന്നത്. അടുത്തത് ബെസ്റ്റ് ആപ്സ് ഫോർ വീഡിയോ റെക്കോർഡിംഗ്. ഒരു വീഡിയോ റെക്കോർഡ് ഫോണിൽ ചെയ്യണം എന്നുണ്ടെങ്കിൽ പ്രധാനമായിട്ടുള്ള ആപ്പുകൾ എന്തെല്ലാമാണ്? ഒന്നാമത്തെ ഫിലിമിക് പ്രോ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. നമുക്ക് ഫോക്കസ് ചെയ്യാം, എക്സ്പോഷർ, ഫ്രെയിമിന്റെ റേറ്റുകളൊക്കെ തീരുമാനിക്കാൻ കഴിയുന്ന ഒരു സോഫ്റ്റ്വെയർ ആണ്. രണ്ടാമത് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ആണ്. ഇതൊരു ഫ്രീ ആയിട്ടുള്ള ആപ്പാണ്. ഒരു പ്രൊഫഷണൽ ലെവൽ സെറ്റിംഗ്സുകളുള്ള ആൻഡ്രോയിഡ് യൂസേഴ്സിന് വേണ്ടിയിട്ടുള്ള ഒരു ആപ്പാണ് ഓപ്പൺ ക്യാമറ എന്ന് പറയുന്നത്. അടുത്ത് പ്രോ മൂവി റെക്കോർഡർ എന്നുള്ളതാണ്. ഐഫോൺ തുടങ്ങിയിട്ടുള്ള ഫോണുകളിൽ ഉപയോഗിക്കാൻ കഴിയുന്ന ആപ്പാണ് പ്രോ മൂവി റെക്കോർഡർ എന്ന് പറയുന്നത്. ഇനി അടുത്തതായിട്ട് ബെസ്റ്റ് ആപ്സ് ഫോർ വീഡിയോ റെക്കോർഡിംഗ് എന്നുള്ളതാണ്. വീഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് ആപ്പുകൾ ഉപയോഗിക്കാം. CapCut, VN വീഡിയോ എഡിറ്റർ, കൈൻ മാസ്റ്റർ, അഡോബ് പ്രീമിയർ റഷ് തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയർസ് നമുക്ക് ഉപയോഗിക്കാം. ഇതിലൂടെ നമുക്ക് യൂസർ ഫ്രണ്ട്ലി ആണ് ഈ സോഫ്റ്റ്വെയറുകളിലെല്ലാം. വളരെ ക്വിക്കായിട്ട് നമുക്ക് എഡിറ്റ് ചെയ്യാം. മൾട്ടി ലെയർ എഡിറ്റിംഗ് സാധ്യമാണ്. ടെക്സ്റ്റുകൾ ഫിൽറ്റേഴ്സ് കൊടുക്കാം, ട്രാൻസിഷൻസ് കൊടുക്കാം. ഈ തുടങ്ങിയുള്ള കാര്യങ്ങളെല്ലാം ഈ ആപ്പുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ചെയ്യാൻ കഴിയുന്നതാണ്. ഇനി ബെസ്റ്റ് ആപ്സ് ഫോർ ഓഡിയോ എഡിറ്റിംഗ്. ഓഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് നമുക്ക് ഏറ്റവും പ്രധാനപ്പെട്ട ആപ്പുകൾ എന്ന് പറയുന്നത് ഒന്നാമത്തെ അഡോബ് ഓഡിഷൻ ആണ്. മൊബൈൽ വെർഷൻ അവൈലബിൾ ആണ്. ഡോൾബി ഓൺ എന്ന് പറയുന്ന സോഫ്റ്റ്വെയർ ഉണ്ട്. ആങ്കർ ബൈ സ്പോട്ടിഫൈ, അതായത് സ്പോട്ടിഫൈ എന്ന് പറയുന്ന ആപ്പിന്റെ റെക്കോർഡ് ചെയ്യാൻ കഴിയുന്ന സോഫ്റ്റ്വെയർ ആണ് ആങ്കർ എന്ന് പറയുന്നത്. ഇതിൽ തന്നെ നമുക്ക് എഡിറ്റ് ചെയ്യാനൊക്കെ സാധിക്കും. അപ്പൊ ഈ സോഫ്റ്റ്വെയർസ് നമുക്ക് ഓഡിയോസ് എഡിറ്റ് ചെയ്യുന്നതിന് വേണ്ടി നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്.
അടുത്ത മൂന്നാമതാണ് ഷൂട്ടിംഗ് ടെക്നിക്സ് ഫോർ പ്രൊഫഷണൽ വീഡിയോസ്. ഒരു പ്രൊഫഷണൽ വീഡിയോ എടുക്കുന്നതിന് വേണ്ടിയുള്ള ഷൂട്ടിംഗ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടെക്നിക്സുകളാണ്. ഒന്നാമത്തെ ക്യാമറ സെറ്റിംഗ്സ് ആൻഡ് ഫ്രെയിമിംഗ് എന്നുള്ളതാണ്. അതായത് നമുക്ക് റെസൊല്യൂഷൻസ് തീരുമാനിക്കണം. 1000p വെച്ചിട്ടാണോ അല്ലെങ്കിൽ 4K ആണോ എന്നുള്ളത് നമ്മൾ തീരുമാനിക്കുക. ഈ FPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ താഴെ ഫ്രെയിം റേറ്റ് കൊടുത്തിട്ടുണ്ടായിരിക്കും. 24 FPS, 30 FPS, 60 FPS തുടങ്ങിയുള്ളത് കൊടുത്തിട്ടുണ്ടായിരിക്കും. ഇത് ഫ്രെയിം പെർ സെക്കൻഡ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് നമുക്ക് അടുത്തൊരു ഇമേജ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ അതിൽ ഒരാൾ റൺ ചെയ്യുന്ന ഒരു പിക്ചർ നിങ്ങൾക്ക് കാണുന്നുണ്ടായിരിക്കും. ഇതിൽ 60 FPS എന്ന് പറയുന്നതിൽ നമുക്ക് സ്മൂത്ത് ആയിട്ട് നമുക്ക് ഒരാൾ റൺ ചെയ്യുന്നത് കാണാൻ പറ്റും. 15 FPS എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വളരെ ഫാസ്റ്റ് ആയിട്ട് ഒരു ഷെയ്ക്കി ആയിട്ടുള്ള അല്ലെങ്കിൽ ആ റണ്ണിങ്ങിന്റെ ആ സ്പീഡ് നമുക്ക് എത്രത്തോളം ഉണ്ട് എന്നുള്ളത് അറിയാൻ പറ്റും. അപ്പൊ ഇത്തരത്തിൽ നമുക്ക് എന്ത് ചെയ്യാം, ഓരോ ഫ്രെയിമിന്റെ റേറ്റുകൾ നമുക്ക് തീരുമാനിക്കാം. രണ്ടാമത്തെ ആസ്പെക്ട് റേഷ്യോസ് ആണ്. അതായത് 16:9 എന്ന് പറയുന്ന രീതിയിൽ അല്ലെങ്കിൽ 9:16 എന്ന് പറയുന്ന രീതിയിൽ 1:1 എന്ന് പറയുന്ന രീതിയിലൊക്കെ നമുക്ക് ആസ്പെക്ട് റേഷ്യോസ് നമുക്ക് തീരുമാനിക്കാം. അതൊന്നുകൂടി മനസ്സിലാവണം എന്നുണ്ടെങ്കിൽ അടുത്ത ഒരു ഇമേജ് നിങ്ങൾ കണ്ടിട്ടുണ്ടായിരിക്കും, ഇപ്പൊ കാണുന്നുണ്ടായിരിക്കും. ഇതാണ് റേഷ്യോ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ഇതിന്റെ ഒരു ആസ്പെക്ട് റേഷ്യോസ് എന്ന് പറയുന്നത്, ഒരു റേറ്റുകൾ എന്ന് പറയുന്നത്. സൈഡില് 9:16 എന്ന് പറയുന്നത് കൊടുത്തിട്ടുണ്ടായിരിക്കും. സ്മാർട്ട് ഫോൺ, വെർട്ടിക്കലായിട്ട് സ്മാർട്ട് ഫോൺ ഉപയോഗിക്കുന്ന അതിന്റെ സൈസ് ആണത്. ഓക്കെ, അപ്പൊ ഇത്തരത്തിൽ ഇപ്പൊ സിനിമ ഫിലിം ഉണ്ട് 1.85:1 എന്ന് പറയുന്നുണ്ട്. HD TVക്ക് 16:9 എന്ന് പറയുന്ന രീതിയുണ്ട്. അങ്ങനെ നമുക്ക് സ്മാർട്ട് ഫോണിന് ഏത് രീതിയാണ് വേണ്ടത്, ഏത് റേഷ്യോയിലാണ് വേണ്ടത്, ആ റേഷ്യോയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഫ്രെയിം റേറ്റുകൾ കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക, ആസ്പെക്ട് റേഷ്യോസും കാര്യങ്ങളൊക്കെ തീരുമാനിക്കുക. ഈ കാര്യം മനസ്സിലായി എന്ന് ഞാൻ കരുതുന്നു. അടുത്തതായിട്ട് കോമ്പോസിഷൻ ടെക്നിക്സുകളാണ് നമ്മൾ നോക്കേണ്ടത്. കോമ്പോസിഷൻ ടെക്നിക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മളൊരു ഫ്രെയിം സെറ്റ് ചെയ്യുന്ന സമയത്ത് ആ ഫ്രെയിം കൃത്യമായിട്ട് നല്ലൊരു ഭംഗിയിൽ വരണം എന്നുണ്ടെങ്കിൽ റൂൾ ഓഫ് തേർഡ് ഉപയോഗിക്കേണ്ടി വരും. ലീഡിംഗ് ലൈൻസുകൾ ഉപയോഗിക്കാം. സിമെട്രി അല്ലെങ്കിൽ ഫ്രെയിമിംഗ് എന്ന് പറയുന്ന ടെക്നിക്സുകൾ ഉപയോഗിക്കാം. ഉദാഹരണത്തിന് റൂൾ ഓഫ് തേർഡ് എന്ന് പറയുന്ന ഇമേജ് ആണ് നിങ്ങൾ സൈഡിൽ ആദ്യമായിട്ട് നിങ്ങൾ കാണുന്നത്. അതായത് ഒരു സ്ക്രീനിനെ 9 കോളങ്ങളാക്കി മാറ്റുന്നു. ഇതിൽ ഒരാൾ കടലിലേക്ക് നോക്കി നിൽക്കുന്ന ഒരു സീനാണ് നിങ്ങൾക്ക് കാണാനുള്ളത്. അതിൽ ഒരു വരയുടെ, അതായത് കൃത്യമായിട്ട് 6 ബോക്സുകളായിട്ട് 9 ബോക്സുകളായിട്ട് തിരിച്ചിട്ടുണ്ട്. ആ 9 ബോക്സിൽ 6 ബോക്സിന്റെ ലാസ്റ്റ്, അതായത് ഏറ്റവും ലാസ്റ്റ് ആയിട്ടാണ് ഫോക്കസ് ആയിട്ട് വരുന്ന പേഴ്സൺ നിൽക്കുന്നത്. അപ്പോൾ ബാക്കിയുള്ള സ്ഥലങ്ങൾ നോക്കുമ്പോൾ അവിടെ ഗ്യാപ്പാണ്. പക്ഷെ ആ ഇമേജ് കാണുന്നത് കുറച്ചും കൂടി എന്തുണ്ട്, ഡെപ്ത് ആണ്. അപ്പൊ ഇത്തരത്തിൽ കാര്യങ്ങൾ ഉപയോഗിക്കുക. ലീഡിംഗ് ലൈൻസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പോൾ നിങ്ങൾക്ക് ആ സെക്കൻഡ് ഇമേജ് നോക്കുക. സെക്കൻഡ് ഇമേജിൽ ലൈറ്റ്, അതായത് ഒരു ഗ്രൗണ്ടിലൂടെയാണ് ഇവർ പോകുന്നത്. ഓക്കെ, അണ്ടർഗ്രൗണ്ടിലൂടെയാണ് ഇവർ പോകുന്നത്. ആ അണ്ടർഗ്രൗണ്ടിലോട്ട് പോകുന്ന സമയത്ത് ആ ഇമേജ്, ആ ഫോട്ടോ എടുക്കുന്ന രീതി നിങ്ങൾ ശ്രദ്ധിച്ചാൽ മനസ്സിലാവും. 4 കോർണറിലൂടെയും കൃത്യമായിട്ട് അതിന്റെ ലൈനുകൾ കടന്നു പോകുന്നുണ്ട്. ഓക്കെ, ആ കോർണേഴ്സ് കടന്നു പോകുന്നുണ്ട്. ഇതിനെയാണ് ലീഡിംഗ് ലൈൻസുകൾ എന്ന് പറയുക. അതായത് റോഡുകൾ ഉപയോഗിക്കാം, റെയിലിങ്സ്, അതായത് റെയിൽവേ ട്രാക്കുകൾ നിങ്ങൾക്ക് ഉപയോഗിക്കാം. ഇത് കുറച്ചും കൂടി അറ്റൻഷൻസ് കിട്ടാൻ സാധിക്കും. സിമെട്രി ഫ്രെയിമിംഗ് എന്നുള്ളതാണ് തേർഡ് ഇമേജ് ഞാൻ കാണിച്ചിട്ടുള്ളത്. അതായത് കൃത്യമായിട്ട് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ആ ഒരു ബിൽഡിംഗ്, അതിന്റെ ഒരു കോർണർ ആണ് എടുത്തിട്ടുള്ളത്. പക്ഷെ ആ കോർണർ സെൻട്രൽ ആയിട്ടാണ് വരുന്നത്. അതായത് 4 സൈഡിലോട്ടും, മുകളിലോട്ടും താഴോട്ടും 2 സൈഡിലോട്ടും കൃത്യമായിട്ടുള്ള സ്പേസുകൾ അവൈലബിൾ ആണ്. ഇതാണ് സിമെട്രി ഫ്രെയിമിംഗ് എന്ന് പറയുന്നത്. ഇങ്ങനെയുള്ള കോമ്പോസിഷൻ ടെക്നിക്സുകളും നിങ്ങൾക്ക് ഒരു വീഡിയോ എടുക്കുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അടുത്തതായിട്ട് പറയുന്നത് ലൈറ്റിംഗ് ടെക്നിക്സുകളാണ്. നമുക്ക് കൃത്യമായിട്ട് ലൈറ്റുകൾ ഉപയോഗിക്കാം. നാച്ചുറൽ ലൈറ്റുകൾ ഉപയോഗിക്കാം. ഔട്ട്ഡോറിൽ ഡേ ടൈമിൽ ഷൂട്ട് ചെയ്യാൻ കഴിയുന്നതാണ് നാച്ചുറൽ ലൈറ്റിംഗ് എന്ന് പറയുന്നത്. 3 പോയിന്റ് ലൈറ്റിംഗ് ഉപയോഗിക്കാം. അതാണ് താഴെ കൊടുത്തുള്ള ഇമേജുകൾ എന്ന് പറയും. 3 പോയിന്റ് ലൈറ്റിംഗ്, കീ ലൈറ്റ്, ഫിൽ ലൈറ്റ് ആൻഡ് ബാക്ക് ലൈറ്റ് എന്ന് പറയുന്നത്. കീ ലൈറ്റ് എന്ന് പറയുന്നത് ഫ്രണ്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഫിൽ ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സൈഡിൽ നിന്ന് കൊടുക്കുന്നതാണ്. ബാക്ക് ലൈറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ബാക്ക്ഗ്രൗണ്ടിൽ നിന്ന് കൊടുക്കുന്നതാണ്. ഇത് കുറച്ചും കൂടി എഫക്റ്റീവ് ആവും. ആ ഇമേജ് അവിടെ കൊടുത്തത് നിങ്ങൾക്ക് മനസ്സിലായി എന്ന് കരുതുന്നു. ഓൾറെഡി നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളതാണ്. അവോയ്ഡ് ബാക്ക് ലൈറ്റിംഗ് എന്ന് പറയുന്ന ഒരു ഓപ്ഷൻ ഉണ്ട്. അതായത് സബ്ജക്റ്റിനെ കുറച്ചും കൂടി കൃത്യമായിട്ട് കാണണം എന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, ബാക്ക് ലൈറ്റുകൾ കൊടുക്കുന്നത് കുറയ്ക്കുക. ഓക്കെ, അടുത്തതായിട്ട് 4ാമത്തെ പോയിന്റ് ആണ് പറയുന്നത് ഓഡിയോ റെക്കോർഡിംഗ് ടിപ്സ് ഫോർ ഹൈ ക്വാളിറ്റി സൗണ്ട്. ഒരു നല്ലൊരു ഓഡിയോ റെക്കോർഡിംഗ് നടത്തണം എന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ ഹൈ ക്വാളിറ്റി ആയിട്ടുള്ള സൗണ്ട് ക്വാളിറ്റി നമുക്ക് ലഭിക്കണം എന്നുണ്ടെങ്കിൽ എന്തൊക്കെ കാര്യങ്ങൾ ചെയ്യണം? ഒന്നാമത്തത് നമ്മൾ ഇമ്പോർട്ടൻസ് കൊടുക്കേണ്ടത് ഗുഡ് ഓഡിയോയ്ക്ക് വേണ്ടിയിട്ടാണ്. അതായത് ഇമ്പോർട്ടൻസ് ഓഫ് ഗുഡ് ഓഡിയോ. നല്ലൊരു ഓഡിയോ കിട്ടണം എന്നുണ്ടെങ്കിൽ ഇപ്പൊ സ്വാഭാവികമായിട്ടും നമ്മൾ ഒരു ലോ ക്വാളിറ്റി വീഡിയോ ആണ് നമ്മളുടെ കയ്യിൽ ഉള്ളത് എന്നുണ്ടെങ്കിൽ
പക്ഷെ നല്ലൊരു ഓഡിയോ അതിലുണ്ട് എന്നുണ്ടെങ്കിൽ ആളുകൾ കേൾക്കാനുള്ള ചാൻസുകൾ കൂടുതലാണ്. ഇപ്പോ വളരെ മോശമായിട്ടുള്ള കോണ്ടന്റ് ആണ് എന്നുണ്ടെങ്കിൽ അത് അൺപ്രൊഫഷണൽ ആയിട്ടും ഡിഫിക്കൽട്ട് ആയിട്ടും മനസ്സിലാവാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അപ്പോൾ നമ്മൾ എന്ത് ചെയ്യണം, നല്ല ക്വാളിറ്റിയുള്ള സൗണ്ടുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എല്ലാ സമയത്തും ശ്രദ്ധിക്കണം. ഇനി ഒരു നല്ലൊരു ക്ലിയർ ഓഡിയോ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയുള്ള ടിപ്സുകളാണ്. ഒന്നാമത്, യൂസ് ആൻ എക്സ്റ്റേണൽ മൈക്രോഫോൺസ്. നമ്മൾ എന്ത് ചെയ്യണം, ഫോണിൽ തന്നെ ഇല്ലാത്ത മറ്റൊരു എക്സ്റ്റേണൽ ആയിട്ടുള്ള മൈക്രോഫോൺസുകൾ ഉപയോഗിക്കണം, ബാക്ക്ഗ്രൗണ്ട് നോയിസുകളൊന്നും ഇല്ലാത്തത്. രണ്ടാമത്തത്, റെക്കോർഡിംഗ് ഇൻ എ ക്വയറ്റ് എൻവിറോൺമെന്റ്, അതായത് ട്രാഫിക്കിന്റെ സൗണ്ടുകൾ ഇല്ലാത്ത, ഫാനിന്റെ സൗണ്ടുകൾ ഇല്ലാത്ത, എക്കോസുകൾ ഇല്ലാത്ത ഒരു സ്ഥലത്ത് നിന്ന് വേണം നമ്മൾ റെക്കോർഡ് ചെയ്യുന്നതിന് വേണ്ടിയിട്ട്. ആൻഡ് തേർഡ് വൺ, മെയിൻറ്റെയിൻ എ പ്രോപ്പർ മൈക്ക് ഡിസ്റ്റൻസ്. അതായത് നമ്മുടെ കയ്യിൽ ഒരു മൈക്ക് ഉണ്ട് എന്നുണ്ടെങ്കിൽ ആ മൈക്കിന്റെ ഡിസ്റ്റൻസ് നമ്മൾ പ്രോപ്പർ ആയിട്ട് നമ്മൾ ഉപയോഗിക്കണം. അതായത് കുറച്ച് വിട്ടിട്ട് വേണം വെക്കാൻ. ഇപ്പോൾ ഞാൻ ഉപയോഗിക്കുന്ന മൈക്ക് ഒരിക്കലും എന്റെ മൗത്തിന്റെ അല്ലെങ്കിൽ എന്റെ ലിപ്പിന്റെ അതേ തൊട്ടടുത്ത് കൊണ്ട് വെക്കാൻ പാടില്ല എന്നുള്ളതാണ്. ഇപ്പൊ ലാവലിയർ മൈക്ക് ആണെന്നുണ്ടെങ്കിൽ 6 മുതൽ 8 ഇഞ്ച് വരെ മൗത്തിൽ നിന്നും ഗ്യാപ്പ് വേണം. ഷോർട്ട് ഗൺ ആണെന്നുണ്ടെങ്കിൽ സബ്ജക്റ്റിൽ നിന്നും കുറെ പിന്നോട്ട് വെച്ചിട്ട് വേണം, പിന്നോട്ടായിരിക്കണം നമ്മൾ ഷോർട്ട് ഗണ്ണുകൾ ഉപയോഗിക്കേണ്ടത്. ഓക്കെ. അതുപോലെ തന്നെ നോയിസ് റിഡക്ഷൻ ആപ്പുകൾ നമുക്ക് ഉപയോഗിക്കാവുന്നതാണ്. അഡോബ് ഓഡിഷൻ, അതുപോലെ തന്നെ ഡോൾബി ഓൺ തുടങ്ങിയിട്ടുള്ള സോഫ്റ്റ്വെയറുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് നോയിസുകൾ റിഡക്ഷൻ ചെയ്യാം. അടുത്തത്, മോണിറ്റർ ഓഡിയോ ലെവൽസ് ആണ്. അതായത് ഹെഡ്ഫോൺസുകൾ ഉപയോഗിച്ചുകൊണ്ട് റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഓഡിയോ ലെവലുകൾ കൃത്യമാണോ, ഏതെങ്കിലും സമയത്ത് നോയിസുകൾ കയറി വരുന്നുണ്ടോ തുടങ്ങിയുള്ള കാര്യങ്ങൾ നമ്മൾ നിരീക്ഷിക്കണം. ഇത്രയും കാര്യങ്ങളാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഒരു ടിപ്സ് ഫോർ റെക്കോർഡിംഗ് ക്ലിയർ ഓഡിയോ എന്ന് പറയുന്ന ഭാഗത്ത് ശ്രദ്ധിക്കേണ്ടത്. അടുത്തത് 5ാമത്തെ ടോപ്പിക്കാണ്, എഡിറ്റിംഗ് വർക്ക് ഫ്ലോ ഫോർ എ പോളിഷ്ഡ് ഫൈനൽ പ്രൊഡക്റ്റ്. നമ്മളൊരു നല്ലൊരു ഫൈനൽ പ്രൊഡക്റ്റ് തയ്യാറാക്കുന്ന സമയത്ത് എഡിറ്റിംഗിന്റെ ഒരു പ്രോസസ്സും കൂടി നടക്കാനുണ്ട്. ആ സ്റ്റെപ്പുകളാണ് നമ്മൾ പറയുന്നത്. സ്റ്റെപ്സ് ഇൻ വീഡിയോ എഡിറ്റിംഗ്. ഒരു വീഡിയോ എഡിറ്റ് ചെയ്യുന്ന സമയത്ത് അതിന്റെ സ്റ്റെപ്പുകൾ എന്തെല്ലാമാണ് എന്നുള്ളതാണ്. ഇതൊരു സോഫ്റ്റ്വെയർ ഉപയോഗിച്ചുകൊണ്ട് ചെയ്യേണ്ട ഡ്യൂട്ടി ആയതുകൊണ്ട് അതിന്റെ കാര്യങ്ങളാണ് നമ്മൾ പറയുന്നത്. ഒന്നാമത്തത്, ഇമ്പോർട്ട് ഫൂട്ടേജ്. അതായത് നമ്മൾ എഡിറ്റ് ചെയ്യാൻ ഉദ്ദേശിക്കുന്ന ഫൂട്ടേജുകളെല്ലാം നമ്മളുടെ എഡിറ്റിംഗ് സോഫ്റ്റ്വെയറിലോട്ട് അപ്ലോഡ് ചെയ്യണം. സെക്കൻഡ് സ്റ്റെപ്പാണ് ട്രിം ആൻഡ് കട്ട്. അതായത് അൺനെസസറി പാർട്ടുകൾ ഉണ്ട് എന്നുണ്ടെങ്കിൽ അതെല്ലാം ഒഴിവാക്കുക. എന്നിരുന്നാൽ മാത്രമേ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഒരു ഫ്ലോ നമുക്ക് ലഭിക്കുകയുള്ളൂ നമ്മളുടെ വീഡിയോസിന്. ആഡ് ട്രാൻസിഷൻസ്. അതായത് ഒരു സീനിൽ നിന്നും മറ്റൊരു സീനിലേക്ക് പോകുമ്പോൾ ആ സീന് മാറുന്നത് അറിയാതെ വളരെ സ്മൂത്ത് ആയിട്ടുള്ള ഫേഡ് ഇന്നുകൾ കാര്യങ്ങളൊക്കെ നൽകുക, ട്രാൻസിഷൻസ് നൽകുക. അടുത്തത് എൻഹാൻസ് ഓഡിയോ. അതായത് ഓഡിയോ ക്വാളിറ്റികൾ കൂട്ടുക. അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കുകൾ അഡ്ജസ്റ്റ് ചെയ്യുക, വോയിസ് ലെവൽസ് ഒക്കെ അഡ്ജസ്റ്റ് ചെയ്ത് ഒരുമിച്ചാക്കുക. അപ്ലൈ ഫിൽറ്റേഴ്സ് ആൻഡ് എഫക്റ്റ് എന്നുള്ളതാണ് അടുത്തത്. അതായത് ഒരു കളർ ടോണും തുടങ്ങിയുള്ള കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുക, നൽകുക. അടുത്തത്, ഇൻക്ലൂഡ് ടെക്സ്റ്റ് ആൻഡ് ക്യാപ്ഷൻസ്. അതായത് നമുക്ക് ബെറ്റർ എൻഗേജ്മെന്റിന് വേണ്ടിയിട്ട് നമ്മൾ വീഡിയോസിൽ ടെക്സ്റ്റുകളും ക്യാപ്ഷൻസും മറ്റു കാര്യങ്ങളൊക്കെ ആഡ് ചെയ്യാം. ആൻഡ് ലാസ്റ്റത്തെ സ്റ്റെപ്പാണ് എക്സ്പോർട്ട് ഇൻ ദ റൈറ്റ് ഫോർമാറ്റ്. അതായത് വീഡിയോസിന് ആവശ്യമായിട്ടുള്ള ഫോർമാറ്റിലോട്ട് നമുക്ക് എന്ത് ചെയ്യാം, അത് എക്സ്പോർട്ട് ചെയ്യാം, സേവ് ചെയ്യണം. MP4 ആണ് യൂട്യൂബിലും ഇൻസ്റ്റാഗ്രാമിലും ഉപയോഗിക്കാറുള്ളത്. ഹൈ ക്വാളിറ്റി ഫയൽസ് വേണമെന്നുണ്ടെങ്കിൽ MOV എന്ന് പറയുന്ന ഫയലിലോട്ട് നമുക്ക് എക്സ്പോർട്ട് ചെയ്യാവുന്നതാണ്. ഇനി അടുത്തതായിട്ട് 5ാമത്തെ ടോപ്പിക്കിൽ രണ്ടാമതായിട്ട് പറയുന്ന പോയിന്റ് ആണ് കോമൺ എഡിറ്റിംഗ് മിസ്റ്റേക്സ് ടു അവോയ്ഡ്. അതായത് എഡിറ്റിംഗിന്റെ സമയത്ത് നമ്മൾ കോമൺ ആയിട്ട് വരുന്ന മിസ്റ്റേക്സുകൾ എന്തെല്ലാം കാര്യങ്ങളാണ് അവോയ്ഡ് ചെയ്യേണ്ടത്. ഒന്നാമത്, ഓവർ യൂസിങ് എഫക്റ്റ് ആൻഡ് ഫിൽറ്റേഴ്സ്. അതായത് കൂടുതലായിട്ടും എഫക്റ്റുകളും ഫിൽറ്റേഴ്സും കാര്യങ്ങളും നമ്മൾ ഉപയോഗിക്കാതിരിക്കുക. എല്ലാ സമയത്തും നാച്ചുറൽ ആയിട്ട് ഉപയോഗിക്കുക. നോട്ട് ബാലൻസിങ് ഓഡിയോ ലെവൽസ്. എല്ലാ സമയത്തും ഓഡിയോ ലെവൽസുകൾ ബാലൻസ്ഡ് ആയിരിക്കണം. ഇപ്പോൾ ഒരു സ്പീച്ച് ആണ് എന്നുണ്ടെങ്കിൽ ആ സ്പീച്ച് ഒരിക്കലും ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക്കിനെ, അതായത് ബാക്ക്ഗ്രൗണ്ട് മ്യൂസിക് കൂടുതലും സ്പീച്ച് കുറവും ആവാൻ പാടില്ല എന്നുള്ളതാണ് ഉദ്ദേശിക്കുന്നത്. ഷേക്കി ഫൂട്ടേജുകൾ. അതായത് ട്രൈപോഡുകളോ ജിംബിൾസോ ഉപയോഗിച്ചുകൊണ്ട് സ്റ്റെബിലിറ്റി ആയിട്ടുള്ള വീഡിയോസ് ഷൂട്ട് ചെയ്യുക. ഷേക്കി ആയിട്ടുള്ള ഇമേജുകൾ, ഫൂട്ടേജുകൾ ഉപയോഗിക്കാതിരിക്കുക. അടുത്തതായിട്ട് 6ാമത്തെ ടോപ്പിക്കാണ് ഒപ്റ്റിമൈസിങ് വീഡിയോസ് ഫോർ ഡിഫറെന്റ് പ്ലാറ്റ്ഫോംസ്. അതായത് പല പ്ലാറ്റ്ഫോംസുകൾ ഉണ്ടായിരിക്കും, സോഷ്യൽ മീഡിയ പ്ലാറ്റ്ഫോംസുകൾ ഉണ്ടായിരിക്കും. അതിലോട്ട് ഏതൊക്കെ തരത്തിലുള്ള വീഡിയോസ് ആണ് അല്ലെങ്കിൽ അതിന്റെ ലെങ്ത്തുകൾ എത്രത്തോളമാണ് വേണ്ടത്. യൂട്യൂബ്, നമുക്ക് ലോങ് കോണ്ടന്റുകൾ നമുക്ക് ഉപയോഗിക്കാൻ കഴിയുന്ന പ്ലാറ്റ്ഫോമാണ് യൂട്യൂബ് എന്ന് പറയുന്നത്. 5 മുതൽ 15, ഇപ്പൊ 30 അല്ലെങ്കിൽ 1 മണിക്കൂർ 2 മണിക്കൂറുള്ള വീഡിയോസ് ഒക്കെ യൂട്യൂബിൽ നമുക്ക് അപ്ലോഡ് ചെയ്യാവുന്നതാണ്. ഇൻസ്റ്റഗ്രാം റീൽസ് ആൻഡ് ടിക്ടോക്സ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ഷോർട്ട് വെർട്ടിക്കൽ ആയിട്ടുള്ള വീഡിയോസ് അപ്ലോഡ് ചെയ്യാം. 15 മുതൽ 60 സെക്കൻഡ് വരെയോ അല്ലെങ്കിൽ 1 മിനിറ്റ് 2 മിനിറ്റ് വരെയുള്ള റീൽസുകൾ അപ്ലോഡ് ചെയ്യാം. ഫേസ്ബുക്ക് വീഡിയോസ്,
അത് ശരിക്കും 1 മിനിറ്റ് മുതൽ 3 മിനിറ്റ് വരെയാണ് ഫേസ്ബുക്കിന്റെ വീഡിയോസിന്റെ ആദ്യത്തെ ദൈർഘ്യം എന്ന് പറയുന്നത്. ലിങ്ക്ഡിനിൽ നമുക്ക് എന്ത് ചെയ്യാം, ലിങ്ക്ഡിൻ എന്ന് പറയുന്ന സോഫ്റ്റ്വെയറിൽ നമുക്ക് എന്ത് ചെയ്യാം, പ്രൊഫഷണൽ ആയിട്ടുള്ള കോണ്ടന്റുകൾ, ഇന്റർവ്യൂസ്, ട്യൂട്ടോറിയൽസ് കാര്യങ്ങളൊക്കെ അപ്ലോഡ് ചെയ്യാം. ഇത് ചെയ്യുന്ന സമയത്ത് നമ്മൾ ശ്രദ്ധിക്കേണ്ട പ്രധാനപ്പെട്ട കാര്യങ്ങൾ, ഒന്നാമത്തത് ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിൽസ് അല്ലെങ്കിൽ തംബ്ലൈൻസ്, നല്ല തംബ്ലൈൻസുകളും ക്യാച്ചി ആയിട്ടുള്ള ടൈറ്റിൽസും കാര്യങ്ങളൊക്കെ നൽകാം. രണ്ടാമത്തത് ഹാഷ്ടാഗുകൾ കാര്യങ്ങളൊക്കെ നൽകാവുന്നതാണ്. എന്നാലേ കുറച്ചും കൂടി ഡിസ്കവറബിലിറ്റി ഉണ്ടായിരിക്കുള്ളൂ. നമ്മൾ ഫോട്ടോസ് ഒക്കെ അപ്ലോഡ് ചെയ്യുന്ന സമയത്ത് ഹാഷ്ടാഗുകൾ ഉപയോഗിക്കുന്ന പോലെ ഇതിലെ ഹാഷ്ടാഗുകൾ ഉപയോഗിക്കാം. റൈറ്റ് എ കമ്പലിംഗ് വീഡിയോ ഡിസ്ക്രിപ്ഷൻ, അതായത് റെലവെന്റ് ആയിട്ടുള്ള കീവേഡുകൾ നൽകിക്കൊണ്ട് വീഡിയോസിന് ഡിസ്ക്രിപ്ഷൻസ് നൽകുക. നാലാമത്തത് എൻഗേജ് വിത്ത് വ്യൂവേഴ്സ്, അതായത് ഇപ്പൊ യൂട്യൂബിൽ നമ്മളൊരു വീഡിയോ അപ്ലോഡ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ വ്യൂവേഴ്സ് ആയിട്ടുള്ള ആളുകൾ കമന്റ് ഇടുകയാണെന്നുണ്ടെങ്കിൽ അതിനൊക്കെ റീപ്ലേസും കാര്യങ്ങളൊക്കെ നൽകുക. ഇത്രയും കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധിക്കേണ്ടതുണ്ട്. അടുത്തതായിട്ട് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്ന ടോപ്പിക്കാണ്. വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമുക്ക് ഒരു ഡിഫറെന്റ് റിയൽ വേൾഡിലോട്ട്, അതായത് ഇപ്പോഴുള്ള വേൾഡിൽ നിന്നും ഒരു മറ്റൊരു വേൾഡിലോട്ട് മാറുന്ന ഒരു പുതിയ ടെക്നോളജിയാണ് എന്തെന്ന് പറയുന്നത് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നമുക്കൊരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് നമ്മളുടെ കണ്ണ് ഒരു സ്ക്രീന് കൊണ്ട് മൂടിക്കൊണ്ട് നമുക്ക് ഇമ്മേഴ്സീവ് ആയിട്ടുള്ള 3 ഡയമെൻഷണൽ ആയിട്ടുള്ള ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള എൻവിറോൺമെന്റിലോട്ട് മാറാൻ കഴിയുന്ന ടെക്നോളജിയാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. നിങ്ങൾക്ക് എന്താണ് പുതിയൊരു ലോകത്തിലേക്ക് ഒരു വിർച്വൽ എൻവിറോൺമെന്റിലോട്ട് പോയി കഴിഞ്ഞാൽ നമ്മൾ ഫിസിക്കലി അവിടെ പ്രസന്റ് ആയിട്ട് നമുക്ക് തോന്നും. അതാണ് എന്തെന്ന് പറയുന്നത് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി നമുക്ക് വിർച്വൽ റിയാലിറ്റി എന്താണെന്നുള്ളത് നമുക്കൊരു ഇമേജ് വഴി നമുക്ക് നോക്കാം. ഇപ്പോൾ ഇവിടെ ഒരു ബോയ്, ചെറിയൊരു കുട്ടി ഒരു ഹെഡ്സെറ്റ് വെച്ചുകൊണ്ട് അവരെന്ത് ചെയ്യുന്നു, പല കാര്യങ്ങളും ആക്സസ് ചെയ്യുന്നുണ്ട്. ഇതാണ് വിർച്വൽ റിയാലിറ്റി എന്ന് പറയുന്നത്. അത് അവർ കാണുന്ന ആ ബോയ് കാണുന്ന വിഷ്വൽസ് ആണ്, ആ ബ്രെയിന് എങ്ങനെയാണ് ബ്രെയിൻ വർക്ക് ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളാണ് ആ കുട്ടി കാണുന്നത്. ആ കാണുന്നത് എങ്ങനെയായിരിക്കും, കറക്റ്റ് ആ കണ്ണിന്റെ ഉള്ളിലുള്ള സ്ക്രീനിൽ വഴിയായിരിക്കും കാണുന്നത്. അപ്പൊ റിയൽ വേൾഡിൽ ഫ്രണ്ടിൽ നിൽക്കുന്നത് മാതിരി അവർക്ക് തോന്നും. ഓക്കെ, അത് കൃത്യമായിട്ട് ആ ഒരു രൂപം മാത്രമായിരിക്കും. അതായത് ആ കുട്ടിയുടെ ബാക്ക്ഗ്രൗണ്ടിലുള്ള സീനുകൾ, എല്ലാ കാര്യങ്ങളും കുട്ടി കാണുന്നുണ്ടായിരിക്കില്ല. ആ ബോക്സിൽ എന്താണോ കാണിക്കുന്നത് അത് മാത്രമായിരിക്കും കാണുന്നുണ്ടായിരിക്കുക. ഇനി VR-നുള്ള കീ ആപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് നമ്മൾ നോക്കാൻ പോകുന്നത്. ഒന്നാമത്തെ ഇമ്മേഴ്സീവ് സ്റ്റോറി ടെല്ലിംഗ്, അതായത് 360 ഡിഗ്രി എന്ത് ചെയ്യാൻ പറ്റും, ഇത് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. നമുക്ക് 360 ഡിഗ്രി ഏത് ഭാഗത്തോട്ട് നോക്കി കഴിഞ്ഞാൽ പുതിയൊരു വേൾഡിലോട്ട് ഈ ഒരു ബോക്സ് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ചെല്ലാൻ പറ്റും. അതുകൊണ്ട് നമുക്ക് ഇമ്മേഴ്സീവ് ആയിട്ട് സ്റ്റോറി ടെല്ലിംഗ്, ഒരു കഥ പറയാൻ, അല്ലെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ഒരു വിഷ്വൽസ് പരിചയപ്പെടുത്തി കൊടുക്കാൻ ഇതിലൂടെ സാധിക്കും. രണ്ടാമത് ജേർണലിസം ആൻഡ് ഡോക്യുമെന്ററീസ്, അതായത് ടെലിവിഷനിൽ അല്ലെങ്കിൽ നല്ലൊരു ഡോക്യുമെന്ററീസ്, ഇതൊക്കെ കൃത്യമായിട്ട് ആളുകൾക്ക് മനസ്സിലാവുന്നതിന് വേണ്ടിയിട്ട്, മൾട്ടി സെൻസറി റിപ്പോർട്ടിങ്ങിന് വേണ്ടിയിട്ട് ഒക്കെ നമുക്ക് ജേർണലിസത്തിൽ VR ഉപയോഗിക്കാവുന്നതാണ്. അടുത്ത ലൈവ് ഇവന്റ് ആൻഡ് സ്പോർട്സ്, അതായത് ലൈവ് ആയിട്ടുള്ള ഇവന്റുകൾ കാര്യങ്ങൾ കാണാണ്, അല്ലെങ്കിൽ സ്പോർട്സുകൾ കാര്യങ്ങളൊക്കെ കാണാണ്. അപ്പൊ നമുക്ക് എന്ത് ചെയ്യാം, ഈ ബോക്സ് വെച്ചുകൊണ്ട് ഡിഫറെന്റ് ആംഗിളുകളിൽ നിന്നുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ലൈവ് ഇവന്റുകൾ, സ്പോർട്സുകൾ കാണാൻ പറ്റും. അപ്പോൾ നമുക്ക് ലൈവ് ആയിട്ടുള്ള സ്പോർട്സുകൾ കാണാണെന്നുണ്ടെങ്കിൽ ഒരു റിയൽ ലൈഫ് എക്സ്പീരിയൻസ് നമുക്ക് ഇതിലൂടെ ലഭിക്കും. അടുത്ത നാലാമത്തെ അഡ്വർടൈസിങ് ആൻഡ് മാർക്കറ്റിംഗ് എന്നുള്ളതാണ്. അതായത് പരസ്യങ്ങളും മറ്റു കാര്യങ്ങളൊക്കെ നൽകുന്നതിന് വേണ്ടിയിട്ട് നമുക്ക് സഹായിക്കും എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാം, ഇപ്പോ എഞ്ചിനീയേഴ്സ് ഉണ്ട്, ഇവര് വീട് കാര്യങ്ങളൊക്കെ അവര് നിർമ്മിക്കുന്ന സമയത്ത് ആ വീട് എങ്ങനെയായിരിക്കും ഇനി ഫ്യൂച്ചറിൽ ഉണ്ടാവാൻ പോകുന്നത് എന്നുള്ളത് മാർക്കറ്റിംഗിന്റെ ഭാഗമായിട്ട് വിർച്വൽ റിയാലിറ്റി വഴി എന്ത് ചെയ്യുന്നു, അതിന്റെ ഓണേഴ്സിനെ കാണാൻ സാധിക്കുന്നു. അതാണ് അഡ്വർടൈസിങ് മാർക്കറ്റിംഗ് എക്സാമ്പിൾ എന്ന് പറയുന്നത്. ഇതിന്റെ സെക്കൻഡ് ലാസ്റ്റ് ലൈനിൽ അഞ്ചാമത്തെ പോയിന്റ് നൽകിയിട്ടുണ്ട്, ട്രെയിനിങ് ആൻഡ് എഡ്യൂക്കേഷൻസ്. അതായത് നമുക്ക് ഒരു കാര്യത്തെക്കുറിച്ച് പഠിക്കുന്നതിന് വേണ്ടിയിട്ട്, ഒരു കാര്യത്തെക്കുറിച്ച് ട്രെയിനിങ്ങുകൾ നടത്തുന്നതിന് വേണ്ടിയിട്ടൊക്കെ VR ഉപയോഗിക്കാവുന്നതാണ്. ആൻഡ് 6th പോയിന്റ് ഗെയിമിംഗ് ആൻഡ് എന്റർടൈൻമെന്റ്, അതായത് നമുക്ക് ഇപ്പോ ഒരു പെസ് കളിക്കുന്നതിന് വേണ്ടിയിട്ട്, അതല്ലാന്നുണ്ടെങ്കിൽ മറ്റെന്തെങ്കിലും ഗെയിം കളിക്കുന്നതിന് വേണ്ടിയിട്ടൊക്കെ വളരെ ഇമ്മേഴ്സീവ് ആയിട്ടുള്ള പുതിയ ലോകത്തിലേക്ക് പോയിട്ട് ആ ലോകത്തിൽ നിന്നുകൊണ്ട് നമുക്ക് ഗെയിം കളിക്കുന്നതിനൊക്കെ വേണ്ടിയിട്ട് നമുക്ക് സാധിക്കും. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് എന്തെന്ന് പറയുന്നത് ഒരു VR-ന്റെ കീ ആപ്ലിക്കേഷൻസ് എന്ന് പറയുന്നത്. അടുത്തത് നമുക്ക് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്നുള്ളതാണ്. ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഡിജിറ്റൽ ഇൻഫർമേഷൻസ്, അതായത് റിയൽ വേൾഡിൽ നിന്നുകൊണ്ട് അതൊന്നും കൂടി എന്ത് ചെയ്യുന്നു, മാറ്റുന്നതിനെയാണ് എന്തെന്ന് വിളിക്കുക, ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുക. അതായത് ഒരു കാര്യം, ഇപ്പൊ ഉദാഹരണത്തിന് നമ്മൾ എന്ത് ചെയ്യുന്നു,
ഒരു ഫർണിച്ചർ നമ്മൾ എന്ത് ചെയ്യുന്നു, മേടിക്കാൻ വേണ്ടി ഒരു ആപ്പ് വഴി നമ്മൾ മേടിക്കാൻ വേണ്ടി ഉദ്ദേശിക്കുന്ന, ഇപ്പൊ ആമസോൺ എന്ന് പറയുന്ന ആപ്പ് വഴി ഒരു ഫർണിച്ചർ നമ്മൾ മേടിക്കാൻ ഉദ്ദേശിക്കുന്നു. ആ ഫർണിച്ചർ ബുക്ക് ചെയ്യുന്ന സമയത്ത് ഈ ഫർണിച്ചർ നിങ്ങളുടെ ഡൈനിങ് ഹാളിൽ വന്നു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും എന്നുള്ളത് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി വഴി നമുക്ക് അറിയാൻ സാധിക്കും. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റിന്റെ ഏറ്റവും പ്രധാനപ്പെട്ട സവിശേഷത. റിയൽ വേൾഡിനെ ഒന്നും കൂടി എൻഹാൻസ് ചെയ്യുന്നതിന് വേണ്ടി ഉപയോഗിക്കുന്ന, വിഷ്വലൈസ് ചെയ്യാൻ വേണ്ടി ഉപയോഗിക്കുന്ന ഒന്നാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഓക്കെ, അപ്പോൾ അതിന്റെ ഒരു എക്സാമ്പിൾ ആണ് അടുത്ത ഇമേജ് കാണുന്നത്. ഇപ്പോ ഒരു ടേബിള് ഒരാള് എന്ത് ചെയ്യുന്നു, ക്യാമറ ഉപയോഗിച്ചുകൊണ്ട് ഫോട്ടോ എടുക്കുന്ന സമയത്ത് തന്റെ സോഫിന് മുമ്പിൽ എങ്ങനെയായിരിക്കും ടേബിൾ വരാൻ പോകുന്നത് എന്നുള്ളത് അദ്ദേഹത്തിന് ഓഗ്മെന്റഡ് റിയാലിറ്റി വെച്ചുകൊണ്ട് അറിയാൻ സാധിക്കുന്നു. ഇതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. ഇനി അടുത്തായിട്ട് നമ്മൾ പറയുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി വിഎസ് വിർച്വൽ റിയാലിറ്റി. ഇത് രണ്ടും തമ്മിലുള്ള ഡിഫറൻസുകൾ എന്തൊക്കെയാണ് എന്നുള്ളതാണ്. നമ്മൾ ഡെഫിനിഷൻസ് നമ്മൾ ഓൾറെഡി പറഞ്ഞു. ഇനി അടുത്തത് ഇന്ററാക്ഷൻ വിത്ത് റിയാലിറ്റി. അതായത് നമ്മൾ എന്ത് ചെയ്യുന്നു, ഫസ്റ്റതായിട്ട് നമ്മൾ പറയുന്ന ഏതാണ്, ഓഗ്മെന്റഡ് റിയാലിറ്റിനെ കുറിച്ചിട്ടാണ്. ഡെഫിനിഷൻ വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് ഒന്നുകൂടി പറയാം. AR എന്ത് ചെയ്യുന്നു, റിയൽ വേൾഡിനെ ഒന്നുകൂടി വിർച്വൽ എലമെന്റ് കൊടുത്തുകൊണ്ട് ബൂസ്റ്റ് ചെയ്യുന്നതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി. വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കംപ്ലീറ്റ്ലി ഇമ്മേഴ്സീവ് ആണ്, ഡിജിറ്റൽ എൻവിറോൺമെന്റ് ആയിരിക്കും. റിയൽ വേൾഡിന് പകരം പുതിയൊരു വേൾഡ് ആണ് കൊണ്ടുവന്നിരുന്നത്. ഇന്ററാക്ഷൻസ് വിത്ത് റിയാലിറ്റി എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ യൂസേഴ്സിന് എന്ത് ചെയ്യാൻ പറ്റും, റിയൽ വേൾഡിനെ വിർച്വൽ എലമെന്റ് കൊണ്ട് കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന ഒന്നാണ് ഓഗ്മെന്റഡ് റിയാലിറ്റി എന്ന് പറയുന്നത്. എന്നാൽ വിർച്വൽ റിയാലിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കമ്പ്യൂട്ടർ ജനറേറ്റഡ് ആയിട്ടുള്ള വേൾഡിലായിരിക്കും, ഡിറ്റാച്ച്ഡ് ഫ്രം റിയാലിറ്റി. അതായത് റിയൽ ആയിട്ടുള്ള ഒരു സ്ഥലത്ത് നിന്നും ഡിറ്റാച്ച് ചെയ്യപ്പെടും. അതായത് നമ്മൾ പുതിയൊരു ലോകത്തിലേക്ക് മാറ്റപ്പെടും എന്നുള്ളതാണ് വിർച്വൽ റിയാലിറ്റിയിൽ വരിക. ടെക്നോളജി എങ്ങനെയാണ് യൂസ് ചെയ്യുന്നത് ചോദിച്ചു കഴിഞ്ഞാൽ ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ നമുക്ക് സ്മാർട്ട് ഫോൺസ്, ടാബ്ലറ്റ്സുകൾ, ഓഗ്മെന്റഡ് റിയാലിറ്റി ഗ്ലാസുകൾ ഉണ്ട്. ഇതൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിക്കാം. വിർച്വൽ റിയാലിറ്റിക്ക് VR ഹെഡ്സെറ്റുകൾ ഉണ്ട്. ഓക്കെ, ഓക്ലോസ് റിഫ്റ്റ് അല്ലെങ്കിൽ HTC Vive എന്ന് പറയുന്ന രീതിയിലുള്ള പല രീതിയിലുള്ള VR ബോക്സുകൾ അവൈലബിൾ ആണ്. ഇത് വെച്ചുകൊണ്ട് നമുക്ക് ഉപയോഗിക്കാം. എക്സാമ്പിൾസ്, നമുക്ക് ന്യൂസ് ബ്രോഡ്കാസ്റ്റ് ചെയ്യുന്ന സമയത്ത്, ന്യൂസുകൾ ഒക്കെ അവതരിപ്പിക്കുന്ന സമയത്ത് നിങ്ങൾ എന്ത് ചെയ്യുന്നു, അതിലൊക്കെ വരുന്ന ഓരോ കാര്യങ്ങൾ അതൊക്കെ എന്താണ്, ഓഗ്മെന്റഡ് റിയാലിറ്റി ആണ്. വിർച്വൽ റിയാലിറ്റിയിലെ എക്സാമ്പിൾ ആയിട്ട് നമുക്ക് പറയാൻ കഴിയുന്നത്, നമുക്ക് എന്ത് ചെയ്യുന്നു, ഒരു സിംഗപ്പൂരിൽ വെച്ചിട്ട് നമ്മൾ സിംഗപ്പൂരിൽ വാൾക്ക് ചെയ്യുന്നതായിട്ട് നമുക്ക് തോന്നുകയാണ്, അല്ലെങ്കിൽ നമുക്ക് ക്രിക്കറ്റ് കളിക്കുകയാണ് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിർച്വൽ റിയാലിറ്റി വഴി ചെയ്യാവുന്നതാണ്. അതായത് നമ്മൾ ബോക്സ് വെച്ചിട്ട് നമ്മൾ ക്രിക്കറ്റ് കളിക്കുകയാണെന്ന് കരുതുക. അപ്പൊ നമ്മൾ കാണുന്നതെല്ലാം ക്രിക്കറ്റ് ഗ്രൗണ്ടുകളോ ഓപ്പോസിറ്റ് ആള് ബോൾ ചെയ്യുന്നത് തുടങ്ങിയ കാര്യങ്ങളൊക്കെ നമുക്ക് എന്ത് ചെയ്യാം, വിർച്വൽ റിയാലിറ്റി വഴി ചെയ്യാവുന്നതാണ്. യൂസർ എക്സ്പീരിയൻസിൽ ആദ്യമായിട്ട് പറയുന്നത് ഫിസിക്കൽ സറൗണ്ടിങ്സുകളും കാര്യങ്ങളൊക്കെ നമുക്ക് അറിയാൻ പറ്റും എന്നുള്ളതാണ്. പക്ഷേ അഡീഷണൽ ആയിട്ടുള്ള ഡിജിറ്റൽ കോണ്ടന്റുകൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, അതിന്റെ കൂടെ ഉപയോഗിക്കാം. അതാണ് ഓഗ്മെന്റഡ് റിയാലിറ്റിയിൽ. എന്നാൽ വിർച്വൽ റിയാലിറ്റിയിൽ എന്താ സംഭവിക്കുന്നത്, പുതിയ അല്ലെങ്കിൽ ഒരു വിർച്വൽ ആയിട്ടുള്ള വേൾഡിലോട്ട് നമ്മൾ പോകുമ്പോൾ അതിന്റെ സൗണ്ടുകളും മറ്റു കാര്യങ്ങളൊക്കെ ആയിരിക്കും നമ്മൾ എക്സ്പീരിയൻസ് ചെയ്യുന്നത്. കോമൺ അപ്ലിക്കേഷൻസ് ഒക്കെ കോമൺ ആയിട്ട് ഉപയോഗിക്കുന്നത് മീഡിയ, ഗെയിമിങ്, അഡ്വർടൈസിങ്, എഡ്യൂക്കേഷൻസ് അല്ലെങ്കിൽ നാവിഗേഷൻസ്, ഗൂഗിൾ ലെൻസുകളൊക്കെ ഉപയോഗിച്ചുകൊണ്ട് നമ്മൾ പല സ്ഥലങ്ങളിലോട്ട് പലതും നമ്മൾ ക്യാപ്ചർ ചെയ്യാറുണ്ട് തുടങ്ങിയ കാര്യങ്ങൾ. സ്നാപ്ചാറ്റിന്റെ ഫിൽറ്റേഴ്സ് തുടങ്ങിയ കാര്യങ്ങളാണ് കോമൺ ആപ്ലിക്കേഷൻസ് എന്നൊക്കെ പറയുന്നത്. ഇതില് അതായത് വിർച്വൽ റിയാലിറ്റിയിലുള്ള കോമൺ ആപ്ലിക്കേഷൻസ് ഗെയിമിങ്ങിന് വേണ്ടിയിട്ട്, വിർച്വൽ ടൂറിസം, അതായത് നമുക്ക് ഈ ബോക്സുകൾ ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് ഒരു പ്രദേശത്തിന്റെ ടൂറിസം അല്ലെങ്കിൽ ആ പ്രദേശത്തെ കുറിച്ചൊക്കെ കാണാൻ നമുക്ക് സാധിക്കും. ട്രെയിനിങ് നടത്താൻ സാധിക്കും. 3D മൂവീസ് ഒക്കെ കാണാൻ വേണ്ടി സാധിക്കും. ഇമ്പാക്ട് ഓൺ മാസ് മീഡിയനെ എങ്ങനെയാണ് ഇത് ഇമ്പാക്ട് ചെയ്യിക്കുന്നത്? AR എന്ന് പറഞ്ഞാൽ ന്യൂസ് ബ്രോഡ്കാസ്റ്റിങ്ങിനൊക്കെ അല്ലെങ്കിൽ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻസിന് ഒക്കെ, ആളുകളുടെ ഇടയിൽ ആക്റ്റീവ് ആയിട്ടുള്ള പാർട്ടിസിപ്പേഷൻസിനൊക്കെ സഹായിക്കുന്നുണ്ട്. VR ഈ സ്റ്റോറി ടെല്ലിംഗ് ആൻഡ് ജേർണലിസത്തിന് വേണ്ടിയിട്ട് കൂടുതലായിട്ടും അതിനെ ഇമ്പാക്ട് ചെയ്യിപ്പിക്കുന്നുണ്ട്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് ഈ ഓഗ്മെന്റഡ് റിയാലിറ്റി വിർച്വൽ റിയാലിറ്റി തമ്മിലുള്ള ഡിഫറൻസുകൾ എന്ന് പറയുന്നത്. ഇത് കൃത്യമായിട്ട് പഠിച്ചു വെക്കുക. ഇത് ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസുകൾ, ഈ ഭാഗം ക്വസ്റ്റ്യൻ വരാനുള്ള ചാൻസുകൾ കൂടുതലാണ്. അതുകൊണ്ടാണ് വലിയൊരു പാരഗ്രാഫ് ഇത്ര ഷോർട്ട് ആക്കിയിട്ട് 2 രീതിയിലാക്കി ഡിവൈഡ് ചെയ്തുകൊണ്ട് ഞാൻ പറഞ്ഞിട്ടുള്ളത്. ഇനി അടുത്തത് ARൽ വരുന്ന
കീ ആപ്ലിക്കേഷൻസ് എന്തെല്ലാമാണ് എന്നുള്ളതാണ് പറയുന്നത്. ഒന്നാമത് ന്യൂസ് റിപ്പോർട്ടിങ്ങിനെ എൻഹാൻസ് ചെയ്യുന്നു, ഉയർത്തിപ്പിടിക്കുന്നു. അതായത് 3D മോഡൽസുകൾ ഉപയോഗിക്കുക, ഇന്ററാക്റ്റീവ് ആയിട്ടുള്ള മാപ്പുകൾ ഉപയോഗിക്കുക. ഇപ്പൊ അല്ലെങ്കിൽ ഒരു വീഡിയോ റിപ്പോർട്ട് നമ്മൾ തയ്യാറാക്കുകയാണെന്നുണ്ടെങ്കിൽ ന്യൂസിന്റെ കൂടുതലായിട്ടും വിവരിക്കുന്നതിന് വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്നത് തുടങ്ങിയ കാര്യങ്ങൾക്കൊക്കെ ന്യൂസ് റിപ്പോർട്ടിങ് ഒന്നുകൂടി അതിന്റെ ആളുകൾക്ക് മനസ്സിലാവുന്ന രീതി കുറച്ചും കൂടി ഉയർത്തുന്നതിന് വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിക്കാറുണ്ട്. ടെലിവിഷൻസ് ആൻഡ് ഫിലിംസ്, അതായത് സിനിമകളിലും ടിവികളിലൊക്കെ എന്ത് ചെയ്യാറുണ്ട്, ഓഗ്മെന്റഡ് റിയാലിറ്റി ഉപയോഗിക്കാറുണ്ട്. ഇപ്പൊ ഉദാഹരണത്തിന് ഒരു ടെലിവിഷൻ കാണുന്ന സമയത്ത് വ്യൂവേഴ്സിന് എന്തെങ്കിലും QR കോഡ് കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു ടിവികളിൽ. ഇത് QR കോഡ് സ്കാൻ ചെയ്ത് കഴിഞ്ഞാൽ കോണ്ടെക്സ്റ്റിൽ പങ്കെടുക്കാം, അതല്ലാന്നുണ്ടെങ്കിൽ ഗെയിമുകളിൽ പങ്കെടുക്കാം തുടങ്ങിയ കാര്യങ്ങളൊക്കെ നൽകിക്കൊണ്ട് AR എന്ന് പറയുന്നത് ഓഗ്മെന്റഡ് റിയാലിറ്റി ടെലിവിഷനിലും ഫിലിംസിലൊക്കെ അവൈലബിൾ ആണ്. അതുപോലെ തന്നെ ഫിലിംസിലൊക്കെ ഏതെങ്കിലും ട്രെയിലേഴ്സ് ഒക്കെ കാണുന്ന സമയത്തൊക്കെ ഈ ട്രെയിലർ കാണാൻ വേണ്ടിയിട്ട് നിങ്ങൾ സ്കാൻ ചെയ്യൂ, അല്ലെങ്കിൽ ക്യാരക്ടേഴ്സിന്റെ പ്രൊഫൈലുകൾ മനസ്സിലാക്കാൻ വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഞങ്ങളുടെ എക്സ്ക്ലൂസീവ് സീനുകൾ കാണാൻ വേണ്ടിയിട്ട്, അതല്ല എന്നുണ്ടെങ്കിൽ ഞങ്ങളുടെ എഡിറ്റഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ഡിലീറ്റഡ് സീനുകൾ കാണുന്നതിന് വേണ്ടിയിട്ട് സ്കാൻ ചെയ്യുക. അങ്ങനെയുള്ള QR കോഡുകളൊക്കെ കൊടുത്ത് സ്കാൻ ചെയ്യാൻ പറയുന്നതൊക്കെ AR ഓഗ്മെന്റഡ് റിയാലിറ്റി വന്നതോട് കൂടിയിട്ട് ടെലിവിഷനിലും ഫിലിംസിലും വന്നതാണ്. ദെൻ ഇന്ററാക്റ്റീവ് അഡ്വർടൈസിങ് എന്നുള്ളതാണ്. ഇന്ററാക്റ്റീവ് അഡ്വർടൈസിങ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വ്യൂവേഴ്സിന് അവരുടെ സ്മാർട്ട് ഫോണുകൾ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, 3D എലമെന്റുകളായിട്ട് അവരുടെ സാധനങ്ങൾ വീട്ടിൽ നിൽക്കുന്നത് പോലെ തന്നെ കാണാൻ കഴിയും. അതാണ് ഇന്ററാക്റ്റീവ് അഡ്വർടൈസ്മെന്റ്. നമ്മൾ ഫോർ എക്സാമ്പിൾ ആയിട്ട് നമ്മളൊരു ഇമേജ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, ഇതിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഓഗ്മെന്റഡ് റിയാലിറ്റി ഇൻ ജേർണലിസം, അതായത് ജേർണലിസത്തിൽ AR 3D മോഡൽസുകൾ കാര്യങ്ങളൊക്കെ അവതരിപ്പിക്കുന്നതിലൂടെ ആളുകൾക്ക് കൂടുതലായിട്ട് മനസ്സിലാവുന്നതാണ്. ഉദാഹരണത്തിന് ഒരു ഡാമേജ് വരുന്നു, അല്ലെങ്കിൽ എന്തെങ്കിലും ബിൽഡിംഗ് തകരുന്നു എന്ന് കരുതുക. ആ വാർത്ത അവതരിപ്പിക്കുന്ന സമയത്ത് ഇതെങ്ങനെയാണ് തകർന്നത് എന്ന് അത് ജനങ്ങൾക്ക് മനസ്സിലാക്കി കൊടുക്കുന്നതിന് വേണ്ടിയിട്ട് ഇതിന്റെ ഒരു 3D മോഡൽ എടുത്തിട്ട് അത് സ്ക്രീനിൽ അവതരിപ്പിക്കുന്നു. ഇതാണ് എന്തെന്ന് പറയുന്നത്, ഓഗ്മെന്റഡ് റിയാലിറ്റി ഇൻ ജേർണലിസം എന്ന് പറയുന്നത്. ഓക്കെ, അപ്പൊ ഇത്രയും കാര്യങ്ങളാണ് ഒന്നാമത്തെ ഭാഗത്ത് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. ഈ ക്ലാസ്സുകളൊക്കെ മനസ്സിലായി എന്ന് കരുതുന്നു. ഓക്കെ, അപ്പൊ അടുത്തതായിട്ട് നമ്മൾ സെക്കൻഡ് പാർട്ട് ഉടൻ തന്നെ അപ്ലോഡ് ചെയ്യുന്നതാണ്. നിർബന്ധമായിട്ടും കേൾക്കുക. കാരണം ഈ മീഡിയ കൺവേർജൻസ് എന്ന് പറയുന്ന ഭാഗം, അതായത് നമ്മൾ ആദ്യം ഡിസ്കസ് ചെയ്തിട്ടുള്ള ഭാഗത്തിൽ നിന്നും ക്വസ്റ്റ്യൻസ് പ്രതീക്ഷിക്കാവുന്നതാണ്. അതുകൊണ്ടാണ് ടൈപ്സ് ഓഫ് മീഡിയ കൺവേർജൻസും അതിന്റെ അഡ്വാൻറ്റേജുകളും ചലഞ്ചുകളും നമ്മൾ പറഞ്ഞിട്ടുള്ളത്. അതിൽ നിന്നും നമുക്ക് 6 മാർക്കിലെ ക്വസ്റ്റ്യൻസ് ഷുവർ ക്വസ്റ്റ്യൻ ആയിട്ട് നമുക്ക് എക്സ്പെക്ട് ചെയ്യാം. അത് നിർബന്ധമായിട്ടും പഠിച്ചിരിക്കുക. ഓക്കെ, അപ്പോൾ ക്ലാസ്സുകൾ മനസ്സിലായെന്ന് കരുതുന്നു. താങ്ക് യു.